Hi everyone, welcome to my channel. Today I am going to discuss regarding OET listening part B. Let's start. ഇന്ന് നമുക്ക് ലിസണിംഗ് പാർട്ട് ബിയെ കുറിച്ച് നോക്കാം. പാർട്ട് ബിയിൽ എല്ലാവർക്കും അറിയാം 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ ഒരു ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്നാമത്തത് എന്ന് പറയുമ്പോൾ സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇത് ആരൊക്കെ തമ്മിലുള്ള ടോക്കാണ്, അത് എന്തിനെ പറ്റിയാണ് ആ സംഭാഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ സിനാരിയോയിൽ പറയുന്നത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ 3 ആൻസർ ഓപ്ഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പാർട്ട് ബിയെ ടാക്കിൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ടെന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈ ദ ജെൻഡർ. അതിനകത്ത് ഇപ്പോൾ 2 പേര് തമ്മിലുള്ള സംഭാഷണമാണെങ്കിൽ ആരുടെ സംഭാഷണമാണ്, ഇപ്പോൾ വാട്ട് ഈസ് ദ പേഷ്യൻ്റ് മെയിൻ കൺസേൺ എന്നാണ് ക്വസ്റ്റ്യൻ എന്നിരിക്കട്ടെ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ മെയിൻ കൺസേൺ ആണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം. അപ്പം പേഷ്യൻറ്റിൻ്റെ ജെൻഡർ അവിടെ തന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ആ സിനാരിയോയിൽ എവിടെയെങ്കിലും നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ജെൻഡർ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പേഷ്യൻ്റെ ജെൻഡർ സിനാരിയോയിലില്ലെങ്കിൽ ഒന്നുകിൽ സിനാരിയോയിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ, അതും അല്ലെങ്കിൽ ഈ ആൻസർ ഓപ്ഷനിൽ മിക്കപ്പോഴും നമ്മുടെ ജെൻഡർ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരാളുടെ ജെൻഡർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരാളുടെ ജെൻഡർ അറിയാമെന്നുണ്ടെങ്കിൽ മറ്റേത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ചില സമയങ്ങളിൽ 2 പേരും മെയിലോ 2 പേരും ഫീമെയിലോ ആവാറുണ്ട്. എന്നിരുന്നാലും നല്ലൊരു ഡിഫറൻസ് ആ ജെൻഡർ തമ്മിൽ കാണും. അപ്പം നമ്മളിപ്പോൾ പേഷ്യൻ്റ് മെയിൻ കൺസേൺ, അപ്പം സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ട് പേഷ്യൻ്റ് ഫീമെയിലാണെന്നുള്ളത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഓഡിയോ പ്ലേ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഫീമെയിലാണ് പേഷ്യൻ്റ് എന്നിരിക്കട്ടെ, അപ്പോൾ ആ ഫീമെയിൽ വോയിസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫീമെയിൽ വോയിസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പം അവരിങ്ങനെ അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ വാട്ട് ഐ എം വറിയിങ് ഈസ് ദാറ്റ്, അല്ലെങ്കിൽ വാട്ട് ഐ എം ആങ്ഷ്യസ് എന്ന് പറഞ്ഞു അവരുടെ കൺസേൺ എക്സ്പ്രസ് ചെയ്യും. അപ്പം നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അപ്പം മെയിൻ കൺസേൺ ആണ്, ചിലപ്പം 2 3 കാര്യങ്ങൾ അവരുടെ കൺസേൺ ആയിട്ടുള്ളത് പറയും, പക്ഷേ മെയിൻ ഏതാണെന്നുള്ളതും അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ കൺസേൺ ഏതാണെന്നുള്ളതാണ്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് തോന്നിയ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അതായത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ സിനാരിയോ വായിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് കെയർഫുള്ളായിട്ട് ഓഡിയോ ലിസൺ ചെയ്യുക. ഓപ്ഷൻ നമ്മൾ വായിക്കുന്നില്ല. അതേസമയം ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ഓപ്ഷനൂടെ വായിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ സിനാരിയോ വായിച്ചു, ക്വസ്റ്റ്യനോട് ചേർത്ത് തന്നെ ആൻസർ ഓപ്ഷനൂടെ വായിച്ചിട്ട് ലിസൺ ചെയ്യുക. അപ്പം ലിസൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണോ ആ വ്യക്തിയുടെ ജെൻഡറോട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഇരുന്ന് കേൾക്കുമ്പോഴാണ് നമുക്കിപ്പോൾ 3 ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ 3 ഓപ്ഷനും അവിടെ പറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ മെയിൻ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മതി. അന്നേരം നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യു ഹിയർ എ GP ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ്. ഇവിടെ നമുക്ക് ഇതാണ് സിനാരിയോ എന്ന് പറയുന്നത്. യു ഹിയർ എ GP ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ്. അപ്പം ഹു ഈസ് ടോക്കിംഗ് ടു ഹൂം? GP ഈസ് ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ്. അപ്പം നമ്മൾക്ക് മനസ്സിലായി ആരൊക്കെ തമ്മിലാണ്, GPയും പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷനാണിത്. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഡസ് ഹീ റെക്കമെൻഡ് ഫോർ ഹർ അനീമിയ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, GP's റെക്കമെൻഡേഷൻ ആണെന്ന് മനസ്സിലായി അല്ലേ. വാട്ട് ഡസ് ഹീ റെക്കമെൻഡ് ഫോർ ഹർ അനീമിയ.
ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് GP's റെക്കമെൻഡേഷൻ എന്താണ് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? അവളുടെ അനീമിയയ്ക്കുള്ള. അപ്പോൾ ഇവിടെ 2 പേരുടെയും ജെൻഡർ നമുക്ക് തന്നിട്ടുണ്ട്. ഹീ റെക്കമെൻഡ്, ഹീ എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ്? GP ആണ്. അപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ലിസൺ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് GPയുടെ മെയിൽ വോയിസ് ആണ് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഫീമെയിലുമാണ്. ഇനി നമ്മൾ ആൻസർ ഓപ്ഷനിലോട്ട് നോക്കുന്നില്ല. ഇനി ഈ ഓഡിയോ കേൾക്കുക. ഓഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് തുടരാം. അതല്ല നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മാർക്ക് കൂടുതലുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിലും ചെയ്യാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഈ ഓപ്ഷൻസ് നമ്മൾ റീഡ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മളത് കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുകയും ചെയ്യും, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ 3 ഓപ്ഷനും വായിച്ചിട്ട് നമ്മൾ അത് ലിസൺ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും അതിനകത്ത് കാണും. അപ്പോൾ നമുക്ക് ഇതാണോ, A ആണോ, B ആണോ, C ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഈ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച്, സിനാരിയോ വായിച്ചു, ക്വസ്റ്റ്യൻ വായിച്ചു, ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നെ നമ്മൾ കെയർഫുള്ളായിട്ട് ഓഡിയോ ലിസൺ ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഓഡിയോ ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. So, shall we have a look at your blood test result? So, what we're testing for is the level of hemoglobin in your blood. And just to show you, the normal range for women is between 11.5 and 16 grams per deciliter. Oh, yes. And this is your level of hemoglobin. It's 8.7. Oh, I see. And what this tells us is that you're suffering from iron deficiency anemia. Oh, yes. I thought that might be the case. That would account for the lack of energy and the, lethargy. I think that's what you called it last time. So, perhaps I need to look at my diet, increase my iron intake? Well, what I'd like you to consider is taking a course of iron tablets. This can be a really effective treatment for the condition, and what it does is it supplements the amount of iron you're getting in your diet. So, does that mean I can go on eating normally? Not necessarily. I think we'd better run through what that phrase means in your case before I answer that question. Okay. ഇപ്പോൾ നിങ്ങൾ ആൻസറിലോട്ട് എത്തിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നമ്മുടെ ആ ഒരു ആൻസർ വരുന്ന ഭാഗത്തെ മാത്രം ഞാൻ സ്ക്രിപ്റ്റൂടെ എഴുതിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വെൽ, വാട്ട് ഐ വുഡ് ലൈക്ക് ടു കൺസിഡർ ഈസ് you take a course of iron tablet. This can be really effective for your condition. ഇങ്ങനെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പം അവിടെയാണ് ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ പറയുന്നത്. ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ എന്താണ്? ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് മെഡിക്കേഷൻ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻ എടുക്കാനാണ് ഇവിടെ ഡോക്ടർ പറയുന്നത്. നമ്മളിവിടെ ആൻസർ ഓപ്ഷൻസ് എല്ലാം നോക്കാത്തത് കൊണ്ട് ഞാൻ BSc കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് ഈ രീതി യൂസ്ഫുൾ ആകും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ അടിയിലായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.